നമസ്കാരം. പത്മകുമാറിനെ ചൊല്ലി പാർട്ടി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും CPM-ൽ നിന്ന് പുറത്താക്കി പോയ മാനം തിരിച്ചുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് പാർട്ടി. പക്ഷേ പത്മകുമാറിൽ നിന്ന് ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്നതാണ് അടുത്ത CPM-ന്റെ ഭയം. പാർട്ടിയുടെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് പത്മകുമാർ. 32 വർഷത്തിലേറെക്കാലം പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാർ പടിയിറങ്ങുമ്പോൾ അത് CPM-നെ ചെറുതായിട്ടൊന്നും അല്ല ഉലച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇന്നലെ പത്രസമ്മേളനത്തിൽ അടക്കം പത്മകുമാറിനെ ന്യായീകരിക്കാൻ പാർട്ടി സെക്രട്ടറി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചത് എന്താണ് പത്മകുമാറിനെ പ്രതിയാക്കാൻ ഇത്ര ധൃതി എന്നാണ്. കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അറസ്റ്റ് ചെയ്തതിന് ശേഷം പ്രതിയെന്ന് വിളിച്ചാൽ പോരെ എന്നൊക്കെയാണ് ചോദിച്ചത്. ഇതേ രീതിയിലാണ് പത്മകുമാറും മുമ്പ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇത് സ്വർണമാണ് അന്ന് പൂശിയെന്ന് തെളിയിക്കാൻ വല്ല തെളിവുണ്ടായിരുന്നു എന്നാണ് പത്മകുമാർ ചോദിച്ചത്. പക്ഷേ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു. നിലവിൽ ഈ കേസ് പത്മകുമാറിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും നാളെ കടകംപള്ളി സുരേന്ദ്രനിലേക്കും മറ്റ് ഉന്നത നേതാക്കളിലേക്കും എത്തുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നു. പത്മകുമാറിന്റെ സ്വത്തുവകകളെക്കുറിച്ചുള്ള വ്യാപകമായ പരിശോധനയിലാണ് നിലവിൽ അന്വേഷണ സംഘം. അയ്യന്റെ പൊന്ന് കട്ടുമുടിച്ചവരെ പാർട്ടി സംരക്ഷിക്കില്ല എന്ന പതിവ് ന്യായീകരണമൊന്നും ഇനി തികയാതെ വരും. PK ചന്ദ്രപ്പന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് CPM നിയോഗിച്ച ആദ്യ നേതാവാണ് പത്മകുമാർ. അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാർ ഈ രീതിയിൽ അധപതിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാളുടെ അറസ്റ്റ് CPM അതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു നിൽക്കുമ്പോൾ LDF-നെ കടുത്ത പ്രതിസന്ധിയിലാണ് ആക്കിയിരിക്കുന്നത്. വാസുവിലേക്കും സാധാരണ ഉദ്യോഗസ്ഥരിലേക്കും ചുരുങ്ങുമെന്ന് കരുതിയിരുന്ന കേസ് ഇപ്പോൾ പത്മകുമാറിലെത്തുമ്പോൾ പാർട്ടിക്ക് വലിയ തലവേദനയാണ് അത്. CPM-ന്റെ നെഞ്ചെടുപ്പ് ഇത് ഉയർത്തിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ വരച്ച കളത്തിലെ കരുവായി മാത്രമായിരുന്നു. പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വാസു രജിസ്റ്ററിൽ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയതും. അതേസമയം ശബരിമല കണ്ട ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയിലും അയ്യപ്പ ഭക്തർ വട്ടം കറങ്ങി ഇരിക്കുകയാണ്. നിരവധി ഭക്തന്മാരാണ് ദർശനം ലഭിക്കാതെ മടങ്ങിപ്പോകേണ്ടി വരുന്നത്. കുഞ്ഞുങ്ങളെ അടക്കം തിരിച്ച് വീട്ടിൽ കൊണ്ട് ചെന്നെത്തിക്കാമോ എന്ന ഭയം പല ഭക്തന്മാരും പങ്കുവച്ചിരുന്നു. കാര്യമായ ഏകോപനമോ യാതൊരു തരത്തിലുള്ള നടപടികളോ എടുക്കാൻ തയ്യാറായിരുന്നില്ല ദേവസ്വം ബോർഡ്. അങ്ങനെയിരിക്കെയാണ് പത്മകുമാറിനെ ചൊല്ലി പാർട്ടി നേരിടുന്ന പ്രതിസന്ധി. ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഇനി എന്തൊക്കെ തുറന്നു പറയുമെന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. നിലവിൽ ഈ കേസ് പത്മകുമാറിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും മറ്റ് ഉന്നതരിലേക്കും നീളുമെന്ന ഭയം അത് പാർട്ടിയെ വലിയ രീതിയിൽ ഉലച്ചിരിക്കുകയാണ്. സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ശബരിമലയെ തകർക്കാനുള്ള പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കി വന്നതെന്നാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. ആദ്യം യുവതീ പ്രവേശന കാര്യത്തിലായാലും അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള കേസുകളുടെ കാര്യത്തിലായാലും വലിയ അനീതിയാണ് ഭക്തർക്കെതിരെ സർക്കാർ നടപ്പിലാക്കി വന്നത്. അതിനെ തുടർന്നുണ്ടായ വലിയ ഇലക്ഷൻ പരാജയത്തെ മൂടിവെക്കുന്നതിന് വേണ്ടി പിന്നീട് അയ്യപ്പ ഭക്തന്മാർക്ക് ഒപ്പമാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് വ്യാപകമായ പ്രചരണം നടത്തി. ശേഷം അയ്യപ്പ സംഗമം നടത്തി. കോടികൾ മുടക്കിയ അയ്യപ്പ സംഗമവും ഇപ്പോൾ വൃഥാവിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാര്യമായ യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഇനി ഉണ്ടാകില്ല എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ജനം സർക്കാരിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട രേഖകളിൽ വാസുവിനോട് ചെമ്പെന്ന് എഴുതി രേഖപ്പെടുത്താൻ പറഞ്ഞതും പത്മകുമാറാണ്. എന്തു തന്നെയായാലും താൽക്കാലികമായെങ്കിലും പത്മകുമാറിനെ പുറത്താക്കി പോയ മാനം തിരിച്ചെടുക്കാനുള്ള പദ്ധതിയിലാണ് CPM. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.